അതിൽ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാകും മഹാൻ പറയാതിരുന്നത്. മാത്രമല്ല അങ്ങനെയും പിശാച് വരും എന്നതിലേക്കുള്ള സൂചനയും നൽകിയിട്ടുണ്ടത്രേ. ഏത് സൂചന? എവിടെ സൂചന? വായിക്കലാരുമി അതിന്റെ ബാക്കി. ശർഅൻ എന്താ നിലപാട് എന്ന് സക്കരിയ അൽ അൻസാരി തങ്ങൾ തന്നെ പച്ചയായി പറഞ്ഞിട്ടില്ലേ? വറുഇയത്തുൽ മുസ്തഫ, വറുഇയത്തുൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണൽ, ബിസിഫത്തിഹിൽ മഅലൂമ, അറിയപ്പെട്ട രൂപത്തിൽ കാണൽ, ഇദ്റാകുൽ ലിദാതിഹി, അത് റസൂലുള്ളാഹിന്റെ ദാത്തിനെ തന്നെ കാണലാണ്. വറുഇയതുഹു ബിഗൈരി സിഫത്തിഹി, ആ അറിയപ്പെട്ട രൂപത്തിലല്ലാതെ കാണലോ ഇദ്റാകുൽ മിസാലിഹി, അവിടെ ദാത്തിനെയല്ല കാണുന്നത്, അതിന്റെ കോപ്പിയാണ്, മിസാലാണ്. ആദ്യം പറഞ്ഞിടത്ത് വ്യാഖ്യാനം വേണ്ട. രണ്ടാമത്തതിൽ വ്യാഖ്യാനം വേണം എന്ന് പറഞ്ഞ് നബവി ഇമാമിന്റെ ഖൗല് കൊണ്ടുവരികയാണ്. അസ്സഹീഹു അന്നഹു യറാഹു ഹഖീഖ സവാഉൻ കാനത് അലാ സിഫത്തിഹിൽ മഅറൂഫ വഗൈരിഹാ. ഇത്രയും പച്ചയായി പറഞ്ഞിട്ടും ശർഇൽ മാനദണ്ഡം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള LKG കുട്ടിയുടെ ബുദ്ധി പോലും ദാരിമി തങ്ങൾക്കുണ്ടാകാത്തത് കഷ്ടമായി പോയി. അതാ ഞാൻ പറഞ്ഞ ആദർശമമാനത്താണ് ഉള്ളത്, വായിക്കണം. ബാക്കി മിണ്ടാതിരുന്നിട്ട് ശർഅൻ ഇയാളാണ് പറയാ. ഇയാളാരാ? സക്കരിയ അൽ അൻസാരി തങ്ങളാ? അതാ മൂപ്പര പ്രൈവറ്റ് സെക്രട്ടറിയോ? അതിന്റെ ബാക്കിയിലുണ്ട് വറുഇയത്തുൽ മുസ്തഫ, പച്ചയിലുണ്ട്. അവിടെ തുമ്പൽ മെയിൻ്റാണ്ട് ഓഫായാല അതാ കണ്ണ് ഓഫായി. ഞങ്ങളുടെ ഇമാമിങ്ങളിൽ ഒരാളെപ്പോലും നിങ്ങളെ ഈ തോന്നിവാസത്തിന് കിട്ടുകയില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് സക്കരിയ അൽ അൻസാരി തങ്ങളെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നബവി ഇമാമിന്റെ വാക്കാണ് മഹാനവറുകൾ പ്രമാണമായി കൊണ്ടുവന്നത്. അപ്പൊ ഫൈദുൽ ഖദീറിലും പിടുത്തമില്ല, ഖറാഫിയിലും പിടുത്തമില്ല. വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ. ഖറാഫി ഇമാം ഖാലൽ ഉലമാഉ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതാ. എന്നാ ഖറാഫി ഇമാമിന്റെ നേരെയുള്ള അഭിപ്രായം അതേ കിതാബിലുണ്ട്. പിശാച് വരൂലെന്നാ മൂപ്പര അഭിപ്രായം. ഇത് ചില ഉലമാവ് പറഞ്ഞു എന്നാ ഖറാഫി പറഞ്ഞ്. അതിനെയാണ് ബക്കൂരി ചോദ്യം ചെയ്ത്. അങ്ങനെ ഒരൊറ്റ ഉലമാവും പറഞ്ഞിട്ടില്ല, അത് കള്ളത്തരാണ് എന്നാ പറഞ്ഞ്. ഇയാളൊരു ബുദ്ധി നോക്കി ഇയാൾ പറയാ എല്ലാ രൂപത്തിലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് വരുന്ന എല്ലാ രൂപവും റസൂലാകണമെന്നില്ല. വല്ലാത്ത ബുദ്ധിയായി പോയി. കുതിരവട്ടത്തേക്ക് സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. കാരണം ഇത് വിഷയം എവിടെ വരുന്ന നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്, അത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എല്ലാ രൂപത്തിലും വരും. അപ്പൊ എല്ലാ രൂപത്തിലും വന്നാൽ അത് ഞാൻ തന്നെയാണെന്നല്ലേ ആദ്യം പറഞ്ഞേ. ഇതാദ്യം പറയുമ്പോൾ അവസാനം പറഞ്ഞ് മറക്കുക. പേരൊന്ന് പറ്റിയ ശിഷ്യനാണ്. കുറ്റ്യാടി ചേർന്ന ഫസ്റ്റ് റാങ്ക് കിട്ടും. നിങ്ങളാണ് ഒന്നായിക്കാളിയാ നല്ലത്. എവിടുന്ന നിങ്ങളെ എഴുന്നേറ്റ് വരുന്നത്? അപ്പൊ ഒരു പിടുത്തൂല്ലട്ടോ. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരിൽ ഓരോറ്റ കിതാബിനും നിങ്ങൾക്ക് അനുകൂലമായി പാർത്തില്ല. ഇനി ലാസ്റ്റ് ഒരു പിടുത്തം കൂടിയുണ്ട്. അൽ വസീലത്തുൽ അഹ്മദിയ്യ, അതുപോലെ ബരീഖത്തുൽ മഹ്മൂദിയ്യ. അതൊന്ന് പറയട്ടെ ദാരിമി. വെക്ക്. ശൈത്താന് വരാൻ കഴിയൂല, എന്നാൽ അങ്ങനെ വരാൻ കഴിയുമെന്ന് രേഖപ്പെടുത്തിയ ഇമാമിങ്ങളുണ്ട്. അങ്ങനെ ഈ ഭാഗത്തുണ്ട്. നോക്കൂ നിങ്ങൾ, തരീഖത്തു മുഹമ്മദിയുടെ ശറഹായ അൽ വസീലത്തുൽ അഹ്മദിയിൽ പറയാം, അലാ അന്ന ശൈത്താന ഖാദിറുൻ അൻ യഖൂല ലിൽ ഇൻസാൻ അന റസൂലുള്ളാഹ് വലാകിൻ ലാ യതശക്കലു ബിശക്ലിഹി അലൈഹിസ്സലാം. ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞ സ്വപ്നത്തിൽ വരാം, പക്ഷെ നബിയുടെ രൂപത്തിൽ വരാൻ കഴിയില്ല. രൂപത്തിൽ വരാൻ കഴിയില്ല, അല്ലാതെയാണെങ്കിൽ വരാൻ കഴിയും എന്ന് ആ തട്ടിപ്പൊന്നും ആൺകുട്ടികളെ മുമ്പിൽ നടക്കൂല ദാരിമി. എന്തെങ്കിലും അർത്ഥം വെച്ച് നമ്മൾ പറഞ്ഞല്ലോ, വലാ യഖ്ദിറു അൻ യഖൂല അന റസൂലുള്ളാഹ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞ് പിശാചിന് വരാൻ കഴിയില്ല. അപ്പൊ ഇയാള് വരാൻ കഴിയും എന്ന് പറഞ്ഞ ഇബാറത്തുമുണ്ട് എന്ന് തെളിയിക്കാനാണ് അത്വരീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് പറഞ്ഞ കിതാബിന്റെ ശറഹായ അൽ വസീലത്തുൽ അഹ്മദിയ്യ എന്നതും അതുപോലെ തന്നെ
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അത്വരീഖത്തുൽ മുഹമ്മദിയന്റെ ശറഅ് അൽ ബരീഖത്തുൽ മഹ്മൂദിയയും വായിച്ചത്. എന്നാൽ എവിടെങ്കിലും ഒന്നേ ശൈത്താൻ ഖാദിറുൻ അൻ യഖൂല അന റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് ചാടി പിടിച്ചു കൊണ്ടുവരിക. ഇത് ഏടെ പറഞ്ഞത് എന്ന് സാധു മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് മൂപ്പര ഭാഗം ഒരു വിശദീകരണവും സ്വപ്നത്തിൽ. ഏടെയാണ് സ്വപ്നത്തിൽ നിന്ന്? വസീലത്തുൽ അഹ്മദി എടുക്ക്. വസീലത്തുൽ അഹ്മദി ഒന്നും ഇവിടെ വായിക്കേണ്ട ആവശ്യം തന്നെയല്ല. കാരണം നമ്മൾ ഹിജ്റ 1000 മുമ്പുള്ള നബവി ഇമാമിന്റെ കിതാബും ഫത്ഹുൽ ബാരിയൊക്കെ വായിക്കുമ്പോൾ 1000 ശേഷം ആരോ എഴുതിയ കിതാബ് വായിക്കേണ്ട സംഭവം തന്നെ ഇവിടെ അല്ല. ഇനി വായിച്ചു വന്നതുകൊണ്ട് ചോദിക്കുന്നു, വസീലത്തുൽ അഹ്മദിയയിൽ ഖാദിറുൻ എന്ന് പറഞ്ഞ ആ സംഭവം ഫിൽ മനാമിയാണോ ചർച്ച? ഞങ്ങളെ ചർച്ച ഏതാ? മർആനി ഫിൽ മനാം. അതാ ഞാൻ പറഞ്ഞ ചർച്ചയിൽ നിന്ന് മാറാൻ പറ്റൂല. പുറത്തു പോരാള് ഞാൻ റസൂലാന്ന് പറഞ്ഞപ്പോ എത്ര ആള് മീർസാവുൽ അഹമ്മദ് ഖാദിയാനി വന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ റസൂലാറിങ്ങാണ്ട് വേറെ പലരും വന്നല്ലോ. ഞാൻ റസൂലാറിങ്ങാണ്ട് ഇബ്ലീസിന് പുറത്തു വരുമോ എന്നുള്ളത് നമ്മളെ ചർച്ച. ഫിൽ മനാം നമ്മുടെ ചർച്ച. സ്വപ്നമെന്നത് മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത മേഖലയാണ്. സ്വപ്നം കാണണമെങ്കിൽ ഒന്നുകിൽ മലക്ക് ഇടപെടണം, അല്ലെങ്കിൽ പിശാചി ഇടപെടണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗമാകുമ്പോൾ പിശാചിന് ഇടപെടാൻ കഴിയില്ല. അവിടെ മലക്ക് മാത്രമേ ഇടപെടൂ. അതാണ് നമ്മളെ ചർച്ച. അതിനുദ്ധരിക്കുന്ന ഇബാറത്ത് മനാമുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാകണം. എവിടെങ്കിലും ഒരു ഖാദിറൂന്നും അന റസൂലുള്ളാഹ്ന്നും വന്നാ പോരാ. വെല്ലുവിളിക്കുന്നു. അൽ വസീലത്തുൽ അഹ്മദിയയിൽ എവിടെയാണ് ഫിൽ മനാമിന്റെ ചർച്ച? അതൊക്കെ സ്വന്തം സമാജത്തിൽ പ്രസംഗിച്ച് പഠിക്കാന്നല്ലാതെ നമ്മളെ മുമ്പിൽ നടക്കുമൊക്കെ. ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചതായത്. നിങ്ങൾക്കറിയോ, കുറ്റ്യാടിയിൽ നിന്ന് പേരോട് മൗലവി 1 വർഷവും 2 വർഷവും ഈ പറയുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ വാദം പറഞ്ഞു നടന്നപ്പോ കുറ്റ്യാടിയിൽ തന്നെ പോയി കുറ്റിയാട്ടിച്ചു വിട്ടതാ ഞങ്ങള്. എന്നിട്ട് ആ ഒരു ബോധമില്ലാതെ നിങ്ങളെ കൊണ്ട് ഇത് പറയുമ്പോ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അതുകൊണ്ട് ഒറ്റ ഇമാമിന്റെയും പിന്തുണല്ല. വസീലത്തുൽ അഹ്മദിയയിലുമില്ല, ഫൈദുൽ ഖദീറിലുമില്ല, ഖറാഫി ഇമാമിലുമില്ല, അസ്ഖലാനിയിൽ തീരെയില്ല. ഇസുദ്ദീൻ തങ്ങൾ പറയുന്ന അർത്ഥം ഇബ്നു ഹജർ വിശദീകരിക്കുകയും ചെയ്തു. ഇംദാദ് ഞങ്ങളുടെ കാതലായ തെളിവാണ്. ഇനി ഏതെങ്കിലും വായിക്കാണ്ടി വായിച്ചോളി, വായിക്കേ. നിങ്ങൾ ഏത് വായിച്ചാലും അത് അതിനല്ലാന്ന് ഞങ്ങളെ മശായിഖന്മാരെ മദതാൽ ഞങ്ങൾ തെളിയിച്ചിരിക്കും. അത്ര ധൈര്യം, ഒന്നാമത്തെ ധൈര്യം അങ്ങനെ ഉള്ളൂ എന്ന് ഞങ്ങളെ മശായിഖന്മാർ പറഞ്ഞ ഉറപ്പാണ്. അതാ പറഞ്ഞ ഇ കെ ഉസ്താദ് ഒരു കാര്യം പറയുമ്പോ അഴുകുഴമ്പ നിലപാടാ പറയാ. ഇ കെ ഉസ്താദ് പറയുന്ന നിലപാട് ഒറ്റ നിലപാടായിരിക്കും. ആ നിലപാട് ആരുടെ മുമ്പിലും പറയും. അതിനപ്പുറം വന്ന ഇബാറത്തുകളെ തഅ്വീൽ ചെയ്യും. ഈ കെ ഉസ്താദിന്റെ പാരമ്പര്യമാണ് അഹ്ലുസുന്നയുടെ മുഴുവൻ ഇമാമുകൾക്കുമുള്ളത്. ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളെ മശായിഖന്മാർ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലിന്റെ കോലത്തിൽ ശൈത്താൻ വരുമെന്ന വാദം ശൈത്വാനിയത്തുള്ളവർക്കല്ലാതെ പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ അത് അഹ്ലുസുന്നയുടെ അഖീദക്ക് എതിരാണെന്ന് ഏതറ്റം വരെയും ഞങ്ങൾ തെളിയിച്ചിരിക്കും. എന്നിട്ട് ഇയാൾ ലാസ്റ്റ് പറയാ, ഇങ്ങനൊക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ആ വാദമായിട്ട് വന്നാൽ അയാളങ്ങൾ സുന്നത്തമായത്തൊന്ന് പുറത്താക്കല്ലിട്ടോ, അയാൾ ഇതിന്റെ അകത്തന്നെ നിർത്തി. ഏടെ നിൽക്കാൻ ധാരമി, അകത്ത് നിർത്തിയാൽ പോലും ചാടിപ്പോയി സാധനം. ആ രൂപത്തിൽ സുന്നി വിട്ട് നിരീശ്വരവാദികളെ കൂടെ നടപ്പു ഇരിപ്പൊക്കെ. എന്നിട്ട് ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ് നടക്കുക. ഇൻഷാ അല്ലാഹ് പൂനൂരിൽ ഞായറാഴ്ച നമുക്ക് ബാക്കി പറയാതൊക്കെ. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നില്ല. കാരണം ഇതന്നെ പൊട്ടപ്പോയത്തങ്ങൾ എത്ര പറയാണ്ട്. അയാളെ ഒരു വാക്കും കൂടി കേട്ടോളൂ. നിങ്ങളുടെ അഭിപ്രായത്തെ അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ അതിനെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണ്. അതൊന്നും സുന്നികളുടെ വാദങ്ങളല്ല, അതൊക്കെ വേറെ ഏതൊക്കെ ബിദ്അകളുടെ വാദമാണ് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുടിചൂടാമന്നന്മാരായ പല ഇമാമിയങ്ങളെയും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വരും.
അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ ആരും തന്നെ പോവണ്ട എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ അബദ്ധം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് താലിബി. പണ്ട് നിങ്ങളൊരു മയ്യത്തസ്കാരത്തിന്റെ വിഷയത്ത് പയ്യോളി വന്ന് പൊങ്ങിയാണല്ലോ പല ആളുകൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടരി